ഹലോ ചുമര എല്ലാവർക്കും നമ്മുടെ യൂട്യൂബിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വരുന്നുണ്ടെങ്കിൽ ഇത് നമ്മുടെ കുടംപുളിയാണ്, നമ്മുടെ മീൻകറിക്കൊക്കെ ഇടുന്നത്. ഇത് നമ്മൾ ഉണക്കിയിട്ടാണ് നമ്മൾ മീൻകറിക്ക് ഇടുന്നത്. അപ്പോൾ ഇത് നമ്മൾ വെട്ടിയിട്ട് ഇതിൻ്റെ ഒരു നീരെടുക്കാനുള്ള ഒരു പരിപാടിയാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ കുടംപുളി. ഇത് നമ്മൾ രണ്ടായിട്ടൊന്ന് കട്ട് ചെയ്യുന്നുണ്ട്. അതിനുശേഷം ഇതിൻ്റെ ഉള്ളിൽ കുരുവാണ് നമ്മൾ നീരെടുക്കാനായിട്ട് ഉപയോഗിക്കുന്നത്. അപ്പോൾ നമ്മൾ പണ്ട് ചെറുതായിരുന്ന സമയത്തൊക്കെ ഇത് കൂട്ട് കുടംപുളി നമ്മുടെ പറമ്പിൽ നിന്ന് കിട്ടും. നമ്മളിതിൻ്റെ ഉള്ളിൽ കുരു നമ്മൾ തിന്നുമായിരുന്നു. ഇത് കഴിക്കുന്നതെന്ന് വെച്ചാൽ നല്ലൊരു മധുരം ചെറിയ പുളിയൊക്കെ ഉണ്ട്, പക്ഷേ പല്ല് നിറച്ചൊരു കറ പോലെയാവും ഇത് കഴിക്കുമ്പോൾ. അപ്പോൾ നമ്മൾ കട്ട് ചെയ്തിട്ട് അതിൻ്റെ കുരു എടുത്തിട്ടുണ്ട്. അത് നമ്മൾ ഈ ബക്കലിട്ട് വെക്കുകയാണ്. നമ്മളിതാണ് നമ്മൾ ഉണക്കി നമ്മൾ മീൻകറിയിലേക്ക് ഇടുന്നത്. നമ്മൾ മീൻകറി കുടംപുളി ഇട്ട് മീൻകറി വെക്കുന്ന ഇതാണ്. ഇത് ഉണങ്ങി ഒരു കറുത്തൊരു റെഡിയായിട്ട് വരുമ്പോഴാണ്. അപ്പോൾ ഇതിൻ്റെ കുരു കൊണ്ട് നമ്മൾ റെഡിയാക്കുന്നതാണ് നമ്മൾ കാണിക്കാൻ പോണത്. അപ്പോൾ നിങ്ങൾ കുടംപുളി കട്ട് ചെയ്യുന്ന സമയത്ത് പഴയ കത്തി ഉണ്ട്, അല്ലെങ്കിൽ കത്തി കേടായിപ്പോൾ സാധ്യതയുണ്ട്. അപ്പോൾ നമ്മൾ പുളി കട്ട് ചെയ്തിട്ട് അതിൻ്റെ കുരു നമ്മളൊരു ബക്കറ്റിലേക്കും പുളി നമ്മുടെ ഒരു പാത്രത്തിൽ നമ്മൾ ഇട്ട് വെക്കുന്നുണ്ട്. മൊത്തം നമുക്കൊന്ന് കട്ട് ചെയ്ത് എല്ലാം റെഡിയാക്കി എടുക്കണം. നമ്മൾ പുളി നമ്മൾ കട്ട് ചെയ്ത് കഴിയുമ്പോൾ ഇത് കൂട്ടി ഞെടുപ്പുണ്ടാകും, അത് നമ്മൾ ഒടിച്ച് കളയണം. ഇല്ലെങ്കിൽ എന്താ പ്രശ്നം, ഇത് പെട്ടെന്ന് ഉണങ്ങി കിട്ടില്ല. ഇത് പെട്ടെന്ന് ഉണങ്ങി കിട്ടാൻ വേണ്ടിയാണ് നമ്മളിത് ഞെടുപ്പ് ഒടിച്ച് കളയുന്നത്. അപ്പോൾ നമ്മൾ പുളി മൊത്തം നമ്മൾ കട്ട് ചെയ്തിട്ട് എടുത്തിട്ടുണ്ട്. നമ്മൾ കുരു വേർതിരിച്ചിട്ട് ഞെടുപ്പ് കളഞ്ഞെല്ലാം റെഡിയാക്കി എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതിപ്പോൾ നമ്മൾ മൊത്തം ഇനി ഒന്ന് വെയിലത്ത് വെച്ച് ഉണക്കി എടുക്കാൻ പോവുകയാണ്. ഇത് മൊത്തം നമുക്കൊന്ന് വെയിലത്ത് വെച്ച് ഉണക്കി സെറ്റാക്കി എടുക്കണം. പുളീൻ്റെ കുരു മൊത്തം നമ്മൾ എടുത്തിട്ട് ബക്കറ്റിൽ ഇട്ട് വെക്കുന്നുണ്ട്. ഇതിന് നമുക്കൊരു 2 ദിവസത്തേക്ക് നമ്മളൊന്ന് വെയിറ്റ് ചെയ്യണം. ഇത് മൊത്തം നീര് ഇതിലോട്ട് ബക്കറ്റിലോട്ട് റെഡി വരാനായിട്ട്. അപ്പോൾ നമ്മളിത് ബക്കറ്റിൽ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇത് 2 ദിവസത്തേക്ക് നമ്മളൊന്ന് വെയിറ്റ് ചെയ്യണം. അപ്പോൾ നമ്മൾ ജസ്റ്റ് ഒരു പാത്രം കൊണ്ടൊന്ന് മൂടി വെക്കുന്നു. അപ്പോൾ 2 ദിവസം കഴിഞ്ഞാണ് ഇനി ഇതെടുത്തിട്ട് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ റെഡിയാക്കി എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്ന പുളി മൊത്തം നമ്മളിതാ വെയിലത്തോട്ട് ഇട്ട് വെച്ചിട്ടുണ്ട്. ചാക്കിലിങ്ങനെ നിറച്ചിട്ട് 2 ചാക്കിലായിട്ട് നമ്മളിങ്ങനെ ഇട്ട് വെച്ചിട്ടുണ്ട്. ഇത് ഒരാഴ്ച എടുക്കുന്ന ഉണങ്ങിയെടുക്കാനായിട്ട്. 2-3 ദിവസത്തേക്ക് നമ്മൾ കുടംപുളീൻ്റെ കുരു ഇങ്ങനെ ബക്കറ്റിൽ ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അത് അത്യാവശ്യം നല്ല രീതിയിൽ നീരൊക്കെ ആയിട്ടുണ്ട്. അതിനുശേഷം നമ്മളൊരു അരിപ്പത്തട്ട് എടുക്കുന്നുണ്ട്. അതേപോലെ നമ്മൾ ഇത് ബാക്കി പരിപാടിക്ക് ചെയ്യാനായിട്ട് നമ്മൾ മൺചട്ടിയാണ് എടുക്കുന്നത്. ഏത് ചട്ടി എടുത്താലും കുഴപ്പമില്ല, പക്ഷേ മൺചട്ടി എടുക്കുന്നതായിരിക്കും കുറച്ചുകൂടി നല്ലതെന്ന് തോന്നുന്നത്. അതുകൊണ്ട് നമ്മളത് എടുത്തിട്ടുണ്ട്. അതിനുശേഷം നമ്മുടെ കുടംപുളീൻ്റെ കുരു മൊത്തം നമ്മൾ അരിപ്പത്തട്ടിൽ ഇട്ടിട്ട് അതിൻ്റെ വെള്ളം ഊറി എടുക്കാനായിട്ടാണ് നമ്മൾ പോകുന്നത്. അത് നമ്മൾ നേരെ ഇങ്ങനെ ചെയ്ത് വെച്ചിട്ടുണ്ട്. നമ്മൾ അരിപ്പത്തട്ടിൽ വെച്ചിട്ടുണ്ടായിരുന്ന അതിനകത്ത് അത്യാവശ്യം നല്ല രീതിയിലൊക്കെ നീര് നമ്മുടെ ചട്ടിലോട്ട് ആയിട്ടുണ്ട്. അതിനുശേഷം നമ്മളൊരു വെള്ള തോർത്തെടുത്തു. നമ്മൾ അതിൻ്റെ അകത്തേക്കാണ് ഇനി ഇട്ടിട്ട് പിഴിഞ്ഞെടുക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മളടുത്ത തോർത്തിലോട്ട് ഇട്ടിട്ട് അത്യാവശ്യം നമ്മളിങ്ങനെ പിടിക്കുന്നുണ്ട്. നമ്മൾ കുറച്ച് മുമ്പത്തേക്കാട്ടിൽ ഇങ്ങനെ തോർത്തിലോട്ട് ചെയ്യുന്ന വെച്ചാൽ അത്യാവശ്യം അതിൻ്റെ കരടും അതിൻ്റെ പൊടിയും കാര്യങ്ങളൊക്കെ എനിക്ക് നല്ല ക്ലിയറായിട്ട് കിട്ടാൻ വേണ്ടിയാണ്. ഒരു ഇഞ്ചി നീരിൻ്റെ ഒരു പരുവത്തിലാണ് നമ്മുടെ ഈ കുടംപുളീൻ്റെ നീരുണ്ടാവുക. അപ്പോൾ നമ്മൾ അരിച്ച് വെച്ചിട്ടുണ്ടായിരുന്ന നീര് മൊത്തം മൺചട്ടിയിലെടുത്തിട്ട് നമ്മൾ അടുപ്പിലൊക്കെ തീയൊക്കെ കത്തിച്ചിട്ട് അടുപ്പത്ത് വെക്കുന്നുണ്ട്. ഇതിന് അവിടെ ഇരുന്നിട്ട് അത്യാവശ്യം നല്ല രീതിയിൽ ചൂടായി തിളച്ച് വരണം. നമ്മളിങ്ങനെ മൺചട്ടിയിൽ ഇങ്ങനെ നീര് വെക്കുമ്പോൾ നമ്മളിതിൻ്റെ അകത്ത് വേറൊന്നും ചേർക്കേണ്ട ആവശ്യമൊന്നുമില്ല. നമ്മൾ ആ പിഴിഞ്ഞെടുത്തേക്ക നീര് മാത്രം നമ്മൾ അടുപ്പത്ത് വെച്ചാൽ മതി. അതിൽ നന്നായിട്ട് തീ കത്തിക്കുക. അത്യാവശ്യം നല്ല രീതിയിൽ വിറക് വേണം. അത്യാവശ്യം നല്ല രീതിയിൽ തീ വേണ്ടതാണ് ഇതിന്. അതുപോലെ നമ്മൾ ഇതിൻ്റെ അകത്ത് ബാക്കി കാര്യങ്ങളൊന്നും ഉപ്പോ കാര്യങ്ങളൊന്നും ഒരു സാധനം നമ്മൾ ചേർക്കേണ്ട ആവശ്യമില്ല. നമ്മൾ പിഴിഞ്ഞ് വെച്ച നീര് മാത്രം എടുക്കുക, അരിച്ച് മൺചട്ടിയിൽ എടുത്ത് വെച്ചാൽ മാത്രം മതി. അത്യാവശ്യം തീയിൻ്റെ പ്രശ്നം മാത്രമേ ഇതിന് വരുന്നുള്ളൂ. നമ്മൾ ആദ്യം വെച്ചിട്ടുണ്ടായിരുന്ന നീര് എന്ന് പറഞ്ഞാൽ ഇഞ്ചി നീരിൻ്റെ ഒരു പരുവായിരുന്നു. അതിനുശേഷം അത് അടുപ്പത്ത് വെച്ചിട്ട് അത് ചൂടാകുന്നതനുസരിച്ച് അതിൻ്റെ കളർ ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കും. അത് കുറച്ച് ഡാർക്കായിട്ട് ഇങ്ങനെ വരുന്ന കാണാം. അതേപോലെ തന്നെ ലാസ്റ്റ് വരുമ്പോൾ ഇങ്ങനെ ഒരു പത പോലെ ഇങ്ങനെ വരും. ഈ ഒരു പരുവാകുമ്പോഴത്തേക്കും നമ്മുടെ അത്യാവശ്യം നമ്മൾ എടുക്കേണ്ട നമ്മുടെ പുളിനീര് അത്യാവശ്യം പാകമായിട്ടുണ്ട് നമുക്ക് മനസ്സിലാവും. അതിനുശേഷം നമ്മളത് നേരെ അടുപ്പത്ത് വാങ്ങി വെക്കുക. നമ്മൾ അടുപ്പത്തുനിന്ന് വാങ്ങി നമ്മുടെ കുടംപുളീൻ്റെ നീര് റെഡിയാക്കി എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അത്യാവശ്യം നല്ല രീതിയിലായിട്ടുണ്ട്. ഒരു കരിയോയിൽ പോലെ ഈ അവസ്ഥയിലാണ് ഉണ്ടാവുക. ഉണക്കി വെച്ചിട്ടുണ്ടായിരുന്ന പുളി മൊത്തം റെഡിയായിട്ടുണ്ട്. അത്യാവശ്യം ഉണങ്ങി നല്ല രീതിയിലായിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഈ ഉണക്കിയെടുത്തേക്കുന്ന കുടംപുളിയും നമ്മൾ കട്ട് ചെയ്ത് നീരാക്കി എടുത്തിട്ടുണ്ടായിരുന്നത് തമ്മിലുള്ള വ്യത്യാസം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളൊരു കറിക്കിടുമ്പോൾ ഇത് കൂടെ 1-2 പുളിയാണ് നമ്മളിടുക. അപ്പോൾ അതിൻ്റെ സത്ത് മൊത്തം ആ കറിയിലോട്ട് ആ മീൻ കറിയിലോട്ട് ഇറങ്ങുന്നതിന് മുന്നേ നമ്മളിത് എടുത്ത് കളയാണ് ചെയ്യുക, അല്ലെങ്കിൽ നമ്മുടെ പുളി കൂടിപ്പോവുകയും ചെയ്യും. അതിന് പകരമായിട്ട് എടുത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ നീരാണെങ്കിൽ ഇത് കൂടെ ഒരു തുള്ളി ഒഴിച്ചാൽ മതി. അത്യാവശ്യം നല്ല രീതിയിൽ ആവശ്യത്തിന് നമുക്ക് കറിയിൽ അതിൻ്റെ പുളി ഉണ്ടാവും. അപ്പോൾ ഇതാകുമ്പോൾ അതിന് വേസ്റ്റ് ആവില്ല. നമ്മൾ സാധാ പഞ്ചസാര നമ്മൾ ചായപ്പൊടിയൊക്കെ ആക്കുന്ന പോലെ നമ്മുടെ ആവശ്യമനുസരിച്ച് നമുക്ക് ചേർക്കാവുന്നതാണ്. ഇത് വേസ്റ്റ് ആവത്തില്ല താനും. അപ്പോൾ ഇതിന് നമുക്ക് തൊണ്ടയിൽ കരയൊക്കെ വരും. ഇതിൻ്റെ അകത്ത് ജസ്റ്റ് ഒരു നുള്ളിങ്ങനെ തൊട്ടിട്ട് നമ്മൾ നേരെ തൊണ്ടയിൽ നമ്മുടെ നാവിൻ്റെ അറ്റത്ത് ഇങ്ങനെ തൂക്കുവാണെങ്കിൽ പെട്ടെന്ന് തൊണ്ടവേനൊക്കെ കുറയുന്നതാണ്. ജസ്റ്റ് ഒരു മരുന്നും കൂടിയാണിത്. അത് തണുത്തതിന് ശേഷം ഒരു ചില്ലുകുപ്പിയിൽ ഇട്ട് വെക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്. കുടംപുളീൻ്റെ മൊത്തത്തിലുള്ള പരിപാടി കഴിഞ്ഞിട്ടുണ്ട്.
അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. ഇത് കൂട്ട് ഓരോ വീഡിയോ ആയിട്ട് നമ്മുടെ യൂട്യൂബ് ചാനൽ വരുന്നതായിരിക്കും. അപ്പോൾ നമ്മുടെ ചാനൽ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഷെയർ ചെയ്യാനും ലൈക്ക് അടിക്കാനും മറക്കരുത്. വയനാടിൻ്റെ ഒരു വ്യത്യസ്തമായ വീഡിയോ ആയിട്ട് നമ്മുടെ യൂട്യൂബ് ചാനൽ അടുത്ത ദിവസം